ഫെബ്രുവരി 5 ഇന്നത് ഡെയിലി റിഫ്ലക്ഷൻ മഹത്തായ ഒരു വിടുതൽ എന്ന തലക്കെട്ടോടുകൂടി രണ്ടാമത്തെ പടിയുടെ ലേഖനത്തിലെ ഭാഗമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ യാത്ര ചെയ്ത പഴമക്കാർ പല രീതിയിൽ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒരു പുതുമക്കാരനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് പലതും ഉൾക്കൊള്ളാനോ ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവർ തള്ളുകയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് തൻ്റെ ജീവിതത്തിൽ വല്ലാത്ത രീതിയിലേക്ക് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ, പക്ഷെ അവരുടെ ജീവിതം മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമുക്കത് കാണാനായി പറ്റും. അപ്പം അത്തരത്തിൽ അവരുടെ ജീവിതത്തിൽ മദ്യമില്ല എന്നതിനോടൊപ്പം തന്നെ വേറെയും പല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കാൻ നമ്മൾ പൂർണ്ണമായിട്ട് തയ്യാറാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡിനേൽ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. പിന്നെ ഏതൊരു കാര്യത്തോടും നമ്മൾ അതിലെ നെഗറ്റീവായ വശങ്ങൾ, അതിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പറയുന്ന സ്വഭാവം നമുക്കുണ്ട്. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അതെല്ലാം മാറ്റി നിർത്തുക. അതുകൊണ്ടാണ് നമ്മൾ തർക്കം, എല്ലാ കാര്യങ്ങളോടും ഒരു തർക്കം നമുക്കുണ്ടാവും. വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാത്തിനോടും നമ്മുടെ ആശയമാണ് ശരിയെന്ന രീതിയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഏടെ കാര്യത്തിൽ നമ്മളവിടെ ചെറുതായിട്ട് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു തുറന്ന മനസ്സോടുകൂടി നമ്മൾ വരുന്ന സമയം മാത്രമാണ് ആ രണ്ടാമത്തെ പണി ഇങ്ങനെ ഒരു ആളുടെ അനുഭവത്തിൽ പറയുകയാണ്. അതിങ്ങനെ പതുക്കെ അരിച്ചിറങ്ങുന്നത് പോലെ ഇറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെക്കാളൊരു വലിയ ശക്തി എന്ന ആശയം അത് വളരെ സിമ്പിളാണ്. ദൈവം എന്ന ആശയം അല്ലെങ്കിൽ ദൈവം എന്നുള്ള പദം മാറ്റി നിർത്തിയാൽ പോലും ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മ, ഇനി എയുടെ പ്രോഗ്രാം, മറ്റു ആളുകൾ ചേർന്നാൽ എന്നെക്കാൾ വലിയ ശക്തിയായി എന്ന് കരുതൽ ഒക്കെ പറ്റുമ്പോൾ കൂടി നിർത്തിയ മറ്റാളുകൾ, ഇതെല്ലാം നമുക്ക് എടുക്കാനേ പറ്റും. ഇനി ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ആളുകളും അതേപോലെ ദൈവവിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളും ഇവിടെ എല്ലാം തന്നെ രണ്ടാമത്തെ പടി പ്രവർത്തിക്കേണ്ടത് ഒരേ രീതിയിലാണ് എന്നുള്ളതാണ് രസം. ആ രണ്ടാമത്തെ പടിയെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അവിടെയാണ് നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട്. അനിയന്ത്രിതമായിരുന്നു ജീവിതമെന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ അത് നമ്മളുടെ ഒറ്റയ്ക്കുള്ള കഴിവ് കൊണ്ട് നമുക്കതിനെ ശരിയാക്കാനായി പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, അപ്പം അത് ശരിയാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യാം? സ്വയം സഹതാപത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ഏതാണ്ട് കുഴപ്പം എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും കുഴപ്പമുണ്ടാവും. നമുക്ക് നമ്മുടെ ബുദ്ധി മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം പറയുന്ന രീതിയിൽ, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽ നമ്മൾ ചില വിലയൊക്കെ കൊടുക്കേണ്ടി വരും. അവിടെ നമ്മുടെ ഇഷ്ടത്തിന് നടക്കുക, നമ്മുടെ ഇഷ്ടത്തിനുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ചെയ്യുക. പണ്ടുണ്ടായിരുന്ന അതേ മനോഭാവത്തോടു കൂടിയായിരുന്നു നടന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ ആൾക്കാർ പറയും കുടിക്കാതിരുന്നാൽ പോരെ, മറ്റു കാര്യങ്ങളിലൊക്കെ എന്തിനാ ഞങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ഏക്കാരൻ ഇങ്ങനെയാണല്ലോ, ഈ ഏക്കാരതൊക്കെ ഇതിൻ്റെ തർക്കത്തിൻ്റെ ഒരു സംഭവമാണ്. കാരണം നമുക്ക് നല്ലതൊന്നും കാണാനുള്ള കഴിവില്ല. അങ്ങനെ ഒരു ഏക്കാരൻ നിൽക്കുന്നുണ്ട്, അയാളുടെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണോ നമ്മൾ നോക്കേണ്ടത്? എത്രയോ നല്ല ഏക്കാരെ നമുക്ക് കാണാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ എന്തുകൊണ്ടത് കാണാത്തത് അറിയോ? കാരണം നമ്മൾ യഥാർത്ഥത്തിൽ രോഗശമനത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഈ ഒരു മനോഭാവം നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം, ഏടെ കാര്യത്തിൽ പറയുന്ന അതേ അഭിപ്രായം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും പുലർത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. ആ മനോഭാവമാണ് ഒരു പരിധിവരെ വീണ്ടും മദ്യത്തിലേക്കൊക്കെ നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ തരത്തിലും കുഴപ്പമാണ് തൻ്റെ ജീവിതത്തിന് മദ്യം എന്നറിഞ്ഞിട്ടും വീണ്ടും കുടിക്കാനുള്ള കാരണം ഈ ഒരു മനോഭാവമാണ്. ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിങ്ങൽ വന്നിട്ടാണ് വീണ്ടും മദ്യപിക്കുന്നത്. ചില ആൾക്കാരുണ്ട്, ഇനി മദ്യമൊന്നും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് സന്തോഷം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല മദ്യപിക്കാതിരുന്നിട്ട്. അതും പ്രശ്നം തന്നെയാണ്. ഇവിടങ്ങളിലെല്ലാം ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് മാറ്റം വരുത്തുക? രണ്ടാമത്തെ പടി അംഗീകരിച്ചു എന്ന് മീറ്റിങ്ങിൽ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മറിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രീതി, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ഇത് തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവുക. അവിടെ എൻ്റെ ചിന്തയ്ക്കും എൻ്റെ അറിവിനും അപ്പുറമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവുക.
എനിക്കൊരേ ആശയത്തിൽ നിൽക്കുമ്പോഴും മറ്റുള്ളതിനെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ആദ്യമേ ആ ഡിനയിൽ വന്ന് അടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് കാണുന്ന അതിന് പകരം എങ്ങനെ എനിക്ക് അതിലേക്ക് നന്മകൾ കാണാൻ പറ്റും, എനിക്ക് എങ്ങനെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാദപ്രതിവാദം ഏതൊരു കാര്യത്തിലും നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ ഈ തർക്കങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് സമീപിച്ചു പോകും. നമുക്ക് തർക്കമുണ്ടായോ അല്ലെങ്കിൽ ആ ഇതിനോട് വിയോജിപ്പൊക്കെ ഉണ്ടാവോ, അത് ഉള്ളിലുണ്ടായിരിക്കെ നമ്മളൊന്ന് മാറാനുള്ള തയ്യാറെടുപ്പാണ്. ഇത് നമുക്ക് പണ്ട് ശീലമില്ലാതിരുന്നൊരു കാര്യമാണ്. പുതിയ രീതിയിൽ ക്രമത്തിൽ കാര്യങ്ങളെ സ്ഥാപിക്കുക എന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ പ്രത്യേകത. അതിന് സഹായകരമാകുന്ന രീതിയിലാണ് ആ വലിയ ശക്തി എന്ന ആശയം. വലിയ ശക്തി എന്ന ആശയം എങ്ങനെയാ പ്രവർത്തിക്കുക? എനിക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ തോന്നേണ്ട ഒരു കാര്യം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം, ഒരാള് എന്നെ തെറി പറഞ്ഞു, ഉടൻ തന്നെ അയാളെ തെറി വിളിക്കുക അല്ലെങ്കിൽ അയാളെ അടിക്കാൻ പോവുക എന്നുള്ളതാണെങ്കിൽ, ഈ വലിയ ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരാളുമായിട്ട് ചർച്ച ചെയ്യുന്നു, അവിടെ ഞാൻ ആ പ്രവർത്തിക്ക് നിൽക്കേണ്ടതില്ല, അയാൾ തെറി പറയണ്ട. ശക്തമായ ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷെ അവിടെ ഞാൻ വലിയ ശക്തി അംഗീകരിക്കുന്നുണ്ട്, എന്നെക്കാൾ വലിയ ശക്തിയെ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു സ്വഭാവത്തിൽ ഞാൻ മാറ്റം വരുത്തും. അപ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം പുതിയ ക്രമത്തിൽ കാര്യങ്ങൾ സ്ഥാപിക്കണം. ഞാനല്ല ഒന്നിൻ്റെയും ഡയറക്ടർ എന്നുള്ള ബോധ്യമുണ്ട്. എൻ്റെ ജീവിതം അനിയന്ത്രിതമാണ്, മറ്റുള്ള ആൾക്കാരെ കേൾക്കണം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആ വലിയ ശക്തി എന്ന ആശയം ഇവിടെ നമ്മുടെ സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർ വിപരീതത്തിലേക്ക് പോകാനായി സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം അതിനെ അടക്കി നിർത്താനായി സഹായിക്കുന്ന രീതിയിൽ വരികയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രവർത്തിക്കണമെന്ന വാശി അതിനെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാദപ്രതിവാദങ്ങൾ നിർത്തിയിട്ട് തുറന്ന മനസ്ഥിതിയോടുകൂടി എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ചിന്ത എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളെയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു. നമുക്ക് ഒരുമിച്ചുകൊണ്ട് ദൈവപരിതത്തിനോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.